ഇന്ന് നാം സംസാരിക്കുന്നത് ഹൃദയതാളത്തിലെ വ്യത്യാസങ്ങളെക്കുറിച്ചും ഏട്രിയൽ ഫിബ്രിലേഷൻ എന്നുള്ള അരിത്മിയ അല്ലെങ്കിൽ ഹൃദയതാള വ്യത്യാസത്തിന് ആയിട്ടുള്ള അസുഖത്തിനെക്കുറിച്ചുമാണ് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് അരിത്മിയ? അരിത്മിയ അല്ലെങ്കിൽ ഹൃദയതാളത്തിലെ വ്യത്യാസങ്ങൾ ഒരു അസുഖമായി വരുന്ന വ്യത്യാസങ്ങൾ. നോർമലായി നമ്മുടെ ഹാർട്ടിൻ്റെ റിതം ഒരേ താളത്തിലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. 60 തൊട്ട് 100 ബീറ്റ്സ് ഒരു മിനിറ്റിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ വ്യത്യാസം സാധാരണഗതിയിലും വരാം. സാധാരണ ഒരാൾക്ക് എണീറ്റ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഓടുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടാം, ഹൃദയതാളം കൂടും, റേറ്റ് കൂടും. ഉറങ്ങുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ അറ്റ് റെസ്റ്റ് പീസ്ഫുള്ളായിട്ട് ഇരിക്കുന്ന സമയത്ത് ഹാർട്ട് റേറ്റ് കുറഞ്ഞു വരും. സാധാരണ അത് 60-നും 100-നും ഇടയിൽ ഉള്ള വാല്യൂവിൽ നിൽക്കും. ഹാർട്ട് റേറ്റിൻ്റെ എക്സസ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് അറിയാൻ പറ്റാവുന്ന, നമുക്ക് സാധാരണഗതിയിൽ നമ്മുടെ ഹാർട്ട് റേറ്റ്, നമ്മൾ ഹൃദയം ഇടിക്കുന്നത് നമുക്ക് അറിയില്ല. പക്ഷേ ഹൃദയം നമുക്ക് സ്വയമായിട്ട് തെറ്റി ഇടിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് വേഗം അറിയാൻ പറ്റും. അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് അരിത്മിയ ഉള്ളത്. അരിത്മിയ കാണുന്നത് സാധാരണ ഹൃദയത്തിൽ ഇടിപ്പ് കൂടുതലായിട്ടോ കുറഞ്ഞായിട്ടോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടി വരുന്ന അസുഖങ്ങൾ ടാക്കി അരിത്മിയാസ് ആണ്. കുറഞ്ഞു വരുന്നതിന് ബ്രാഡി അരിത്മിയാസ് എന്ന് പറയും. ഹാർട്ട് റേറ്റ് കുറഞ്ഞു വരുന്നുള്ള അസുഖങ്ങൾ, സാധാരണ കുറയുന്നതിനല്ല, കുറഞ്ഞു വരുന്ന അസുഖങ്ങൾക്ക് ബ്രാഡി അരിത്മിയാസ് എന്ന് പറയും. അപ്പോൾ രണ്ട് തരത്തിലുള്ള റിതം പ്രോബ്ലംസ് സാധാരണ ഹാർട്ടിനുണ്ട്. ഹാർട്ട് റേറ്റ് കൂടുന്നതും കുറഞ്ഞതും വരുന്നു. ഒരേ ആൾക്ക് തന്നെ കുറഞ്ഞതും കൂടിയതായിട്ട് വരുന്ന അസുഖങ്ങളും ഉണ്ടാവാറുണ്ട്. കൂടി വരുന്ന അസുഖങ്ങളിൽ ഹൃദയതാളത്തിൻ്റെ പ്രോബ്ലംസ് സാധാരണ ഒരു കുഴപ്പവും ഇല്ലാത്ത തരത്തിലുള്ള പ്രോബ്ലംസ് ധാരാളം ഉണ്ടാവാറുണ്ട്. നമുക്ക് അത് ഒരു ലൈഫ് ത്രെറ്റനിങ് അല്ല, ലൈഫിനൊരു പ്രോബ്ലം വരുന്ന രീതിയിലുള്ള പ്രോബ്ലംസിൽ ഉണ്ടാവാറുണ്ട്. ചിലത് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളത് ഉണ്ടാവാറുണ്ട്. നമുക്കത് അറിയുമ്പോഴേക്കും നമ്മുടെ ബോധം പോവും. ടു ദ എക്സ്റ്റെൻറ്റ് കാർഡിയക് അറസ്റ്റ് വരെ വരാവുന്ന അസുഖങ്ങളും നമുക്ക് ധാരാളമുണ്ട്. അങ്ങനത്തെ അസുഖങ്ങളിൽ നിന്ന് കുഴപ്പമില്ലാത്ത അസുഖങ്ങൾ വേർതിരിക്കുന്നത് ഹൃദയ ഇടിപ്പ് പ്രോബ്ലങ്ങൾക്കുള്ള അതിനുള്ള ടെസ്റ്റുകൾ നടത്തി നമ്മളത് അതിൽ വ്യത്യാസം വരുത്തുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. കാർഡിയക് ഇലക്ട്രോഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുന്നത്. ഹൃദയതാളം അതിവായി അടിക്കുന്ന അസുഖങ്ങളിൽ ഹൃദയത്തിൻ്റെ അപ്പർ ചേംബർ, ഏട്രിയം കൂടുതൽ ഹൃദയം ഇടിക്കുന്ന അസുഖങ്ങളുണ്ട്. ലോവർ ചേംബർ, അതായത് വെൻട്രിക്കിൾ, ആ ചേംബറിൽ കൂടുതൽ ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് വന്ന് അവിടെ കൂടുതൽ ഹൃദയതാളം തെറ്റി വരുന്ന അസുഖങ്ങളുണ്ട്. അതിന് വെൻട്രിക്കുലർ അരിത്മിയാസ് എന്ന് പറയും. ഏട്രിയൽ ചേംബറിൽ വരുന്നത് ഏട്രിയൽ അരിത്മിയാസ് എന്ന് പറയും. ഏട്രിയൽ അരിത്മിയാസിൽ ഏട്രിയൽ ഫിബ്രിലേഷൻ, SVT എന്ന് പറയുന്നത്, പിന്നെ ഏട്രിയൽ ഫ്ലട്ടർ എന്ന് പറയുന്ന അസുഖങ്ങളാണ് കൂടുതൽ കാണുന്നത്. താഴെയുള്ള ചേംബർ, അതായത് വെൻട്രിക്കിൾ വരുന്നതിന് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ, ഇതെല്ലാം കുറച്ചുകൂടി മാരകമായ തരത്തിലുള്ള അസുഖങ്ങളാണ്. ഇതിൽ ഏറ്റവും സാധാരണയായി കണ്ടുവരുന്നത് അപ്പർ ചേംബറിലുള്ള റിതം പ്രോബ്ലംസ് ആണ്. കാരണം ലോവർ ചേംബറിലുള്ളത് പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് കൂടുതലായി കാണാറുള്ളത്. ഒന്നുമില്ല ജനറ്റിക് അസുഖങ്ങളിൽ, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് കുറേ കൊല്ലം കഴിഞ്ഞ് അതിൻ്റെ സ്കാറിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ്, ചില റെയർ ആയിട്ടുള്ള ജനറ്റിക് സിൻഡ്രോംസ്, അല്ലെങ്കിൽ മസിലിൻ്റെ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറയുന്ന മസിൽ തടിച്ചു വരുന്ന അസുഖങ്ങളിൽ, വെൻട്രിക്കുലർ മസിൽ തടിച്ചു വരുന്ന അസുഖങ്ങളിൽ വരുന്നതാണ് വെൻട്രിക്കുലർ അരിത്മിയാസ് ആണ് കൂടുതൽ കാണുന്നത്. ഇതല്ലാതെ ഇത് വളരെ അധികം കാണുന്ന ടൈപ്പ് അസുഖങ്ങളല്ല. കൂടുതലായി കാണുന്നത് സാധാരണയായിട്ട് നമുക്ക് ചുറ്റുവട്ടവും കാണുന്നത് അധികവും ഏട്രിയൽ അരിത്മിയാസ് ആണ്. ഏട്രിയൽ അരിത്മിയാസിൽ തന്നെ ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്നത്, അതായത് ഏട്രിയൽ അപ്പർ ചേംബർ ടോട്ടലി തെറ്റായ രീതിയിൽ അടിച്ചു വരുന്ന അസുഖമാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അത് ഏജ് കൂടുമ്പോൾ കൂടാറുണ്ട്. പിന്നെ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനും ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യൻസിനും കുറേ കാലങ്ങൾ കഴിഞ്ഞാൽ വരുന്ന അരിത്മിയാസ് അധികവും ഏട്രിയൽ ഫിബ്രിലേഷൻ ഉണ്ട്. പിന്നെ വാൽവുകളുടെ തകരാറുകൾ, റുമാറ്റിക് ഹാർട്ട് ഡിസീസ്, നമുക്ക് മുന്നേ ഒരു 10-20 വർഷം മുമ്പ് റുമാറ്റിക് ഹാർട്ട് ഡിസീസാണ് കൂടുതലായി കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഏട്രിയൽ ഫിബ്രിലേഷൻ അധികവും കണ്ടുവരുന്നത്. അതിൽ വരുന്ന ഏട്രിയൽ ഫിബ്രിലേഷൻസിൽ ചികിത്സാ രീതികൾ, മരുന്നുകൾ അപേക്ഷിച്ച് വരുന്ന ചികിത്സാ രീതികൾ കുറവായിരുന്നു. കാരണം അസുഖം അകത്ത് കൂടുതലായി വന്നാലേ ഏട്രിയൽ ഫിബ്രിലേഷൻ സാധാരണ കാണാറുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഏട്രിയൽ ഫിബ്രിലേഷൻ ചികിത്സാ രീതികൾ കുറവാണ്. ഇപ്പോൾ പക്ഷേ ആ ടൈപ്പ് ഏട്രിയൽ ഫിബ്രിലേഷൻസ് വളരെ കുറവാണ്. ഇപ്പോൾ കാണുന്ന അധികം ഏട്രിയൽ ഫിബ്രിലേഷൻസും ഹൈപ്പർ ടെൻഷൻ, ഡിസ്ലൈപ്പിഡിമിയ, അതായത് കൊളസ്ട്രോൾ പ്രോബ്ലം, ഹൈപ്പർ ടെൻഷൻ വന്ന BP, ഹൈ BP, ഇതുള്ള, പിന്നെ സ്മോക്കിംഗ്, എക്സസീവ് സ്മോക്കിംഗ്, പിന്നെ ആൽക്കഹോൾ ഇൻടേക്ക്, ഇതൊക്കെയാണ് ഏട്രിയൽ ഫിബ്രിലേഷൻ ഇപ്പോൾ വരുന്ന റിസ്ക് ഫാക്ടേഴ്സ് കാണുന്നത്. ഒരു കാരണവുമില്ലാതെയും ഏട്രിയൽ ഫിബ്രിലേഷൻ കാണാറുണ്ട്. അത് ഫാമിലിയലായിട്ടുണ്ട്. അതായത് ഫാമിലീസിൽ ഒരാൾക്കുണ്ടെങ്കിൽ അവർക്ക് മക്കൾക്കോ
മറ്റോ ഏട്രിയൽ ഫിബ്രിലേഷൻ വരുന്നതുണ്ട്. അത് റെയർ ആണെങ്കിലും അത് കുറച്ചുമൊക്കെ കണ്ടുവരാറുണ്ട് നമുക്ക്. ഈ ഫാമിലിയൽ ടൈപ്പിൻ ഓഫ് ഏട്രിയൽ ഫിബ്രിലേഷനും കുറച്ച് ചികിത്സ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ അയോൺ ചാനൽസിൻ്റെ പ്രോബ്ലംസ് കാരണമാണ് അധികവും ഈ ടൈപ്പ് ഏട്രിയൽ ഫിബ്രിലേഷൻ വരുന്നത്. ഒട്ടുമിക്ക ഏട്രിയൽ ഫിബ്രിലേഷൻസും, അതായത് ഏട്രിയൽ അരിത്മിയാസ് വരുന്നതിനും ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതിൽ ട്രീറ്റ്മെൻറ്റ് ഒരു കുഴപ്പമില്ലാത്ത സ്റ്റേജിൽ പല തരത്തിലുള്ള ഏട്രിയൽ ഫിബ്രിലേഷൻ ഉണ്ട്. ഒന്ന് പെരോക്സിസ്മൽ എന്ന് പറയും. പെരോക്സിസ്മൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇടവിട്ട് വരുന്നത്, അതായത് കുറച്ച് നേരം വന്ന് പോവും. സാധാരണ പെട്ടെന്ന് തുടങ്ങി പെട്ടെന്ന് കുറച്ച് നേരം ഇടിപ്പ് തെറ്റി നിന്ന് അത് നമുക്ക് തന്നെ ഫീൽ ചെയ്യാവുന്നതാണ്. കുറച്ച് കഴിഞ്ഞാൽ അത് നിന്നു പോകും. ഇതാണ് ആദ്യത്തെ സ്റ്റേജ്. ഇത് വളരെ ഇടയ്ക്കേ വരുന്നുണ്ടാവുള്ളൂ. ഈ സ്റ്റേജിൽ അധികം മരുന്നുകളാണ് പറയാറ്. ഇപ്പോൾ അതിനായിട്ട് കൂടുതൽ ട്രീറ്റ്മെൻറ്റ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ചികിത്സ ഇല്ലാതിരുന്ന ക്രമേണ സാധാരണഗതിയിൽ അതിൻ്റെ നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് അത് കുറേശ്ശെ ഈ എപ്പിസോഡ്സ് കൂടി വരും. സാധാരണ കുറച്ച് ആദ്യം ചെറിയ തോതിൽ ഉണ്ടാവുന്നത് ഇത് കുറച്ച് അധികം നേരം നിൽക്കും, കുറച്ച് മണിക്കൂറുകൾ നിന്നേക്കാം. വളരെ അധികം സ്പീഡ് വരികയാണെങ്കിൽ കുറേശ്ശെ തല ഇറങ്ങി തുടങ്ങാം, ചിലപ്പോൾ തല ഇറങ്ങി വീണെന്ന് വരാം. ഇങ്ങനത്തെ പ്രോബ്ലംസാണ് ഏട്രിയൽ ഫിബ്രിലേഷൻ ഉണ്ടാകുന്നത്. കുറച്ച് ഏജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർട്ടിന് ഈ സ്പീഡ് ഉൾക്കൊള്ളാൻ പറ്റില്ല, ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ പൾമണറി എഡീമ, ലങ്സിൽ വാട്ടർ കെട്ടും, ലങ്സിൽ വെള്ളം കൂടുതൽ കെട്ടി പൾമണറി എഡീമ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാവും. അത് അങ്ങനെ വരുമ്പോൾ ടു ദ എക്സ്റ്റെൻസ് വളരെ സിവിയർ കേസസിൽ പെട്ടെന്ന് വെൻറ്റിലേറ്ററിലേക്ക് പോകാം. അത് ഹാർട്ട് റേറ്റ് ആണ് അത് നിശ്ചയിക്കുന്നത്. പെട്ടെന്ന് റേറ്റ് കൂടി പോകുന്ന ഒരു പ്രോബ്ലം ഏട്രിയൽ ഫിബ്രിലേഷൻ ഉണ്ടാകാം. ഏട്രിയൽ ഫിബ്രിലേഷന് മുകളിലത്തെ ചേംബറിൽ വളരെയധികം ഹാർട്ട് റേറ്റ് 300-400 റേറ്റിൽ അടിക്കുമ്പോൾ വെൻട്രിക്കിളിലേക്ക് അത്ര വരില്ല. അത് പക്ഷേ വെൻട്രിക്കിളിലേക്ക് റേറ്റ് പെട്ടെന്ന് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കിതപ്പും തലകറക്കവും വരാനുള്ള സാധ്യത കൂടുതൽ. അങ്ങനെ വന്നു തുടങ്ങുകയാണെങ്കിൽ അധികം വെക്കാതെ അത് ചികിത്സ നമ്മൾ ഏത് തരത്തിലാണെങ്കിലും അത് ചെയ്യണം. മരുന്നുകളായാലും അത് ഇപ്പോൾ അതിന് പുതിയതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കത്തീറ്റർ അബ്ലേഷൻസ് ഉണ്ട്, അത് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു സാഹചര്യം വരുന്നത്. വേറൊരു സാഹചര്യം ഏട്രിയൽ ഫിബ്രിലേഷൻ വരുന്നത് സ്ട്രോക്ക് വരുന്നതാണ്. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പക്ഷാഘാതം വരുന്നു ഒരു സൈഡിലോ മറ്റോ. അത് വരാനുള്ള കാരണം ഏട്രിയൽ ഫിബ്രിലേഷൻ വരുന്ന സമയത്ത് ഹാർട്ട് പ്രോപ്പറായിട്ട് ബീറ്റ് ചെയ്യുന്നില്ല, കോർഡിനേറ്റഡ് ആയിട്ട് ബീറ്റ് ചെയ്യുന്നില്ല, ടോട്ടൽ കാവോട്ടിക് എന്ന് പറയും. അതായത് വളരെ തെറ്റിയ രീതിയിൽ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക. അതായത് ഇപ്പോൾ ഒരു പ്രോപ്പർ ഇടിപ്പ് വരുന്നില്ല ഏട്രിയൽ ചേംബറിന്. അപ്പോൾ പമ്പിങ് ഫങ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഹൃദയത്തിനകത്ത് രക്തക്കട്ടകൾ വരും. ആ രക്തക്കട്ടകൾ പെട്ടെന്ന് തെറിച്ച് പോയി സ്ട്രോക്ക് വരും. അപ്പോൾ ഏട്രിയൽ ഫിബ്രിലേഷൻ ഉള്ള ആൾക്കാരിൽ സ്ട്രോക്ക് വരാനുള്ള റിസ്ക് വല്ലാതെ അധികമാണ്. സ്ട്രോക്ക് വരിക, പെട്ടെന്ന് പൾമണറി എഡീമ, അതായത് ലങ്സിൽ വെള്ളം കെട്ടി പെട്ടെന്ന് ശ്വാസം മുട്ട് വരിക, ഇതൊക്കെ ആണ് ഏട്രിയൽ ഫിബ്രിലേഷൻ്റെ പലപ്പോഴും നമ്മൾ ചികിത്സിക്കാതെ പോയി കഴിഞ്ഞാൽ വരാവുന്ന പ്രശ്നങ്ങൾ. ഇതിൽ സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം അവോയ്ഡ് ചെയ്യാനായിട്ട് മരുന്നുകൾ ഏട്രിയൽ ഫിബ്രിലേഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതിന് യൂഷ്വൽ പതിവ്. അത് ഏട്രിയൽ ഫിബ്രിലേഷൻ ഒരു എപ്പിസോഡ് പോലും ഉണ്ടെങ്കിലും എസ്പെഷ്യലി എൽഡർലി, അതായത് വയസ്സ് 80-75 മീതെ ഉള്ളവർക്ക് സ്ട്രോക്ക് റിസ്ക് അല്ലെങ്കിൽ തന്നെ ഹൈ ആണ്. കാരണം അവർക്ക് രക്തനാഡികൾ വീക്കായിരിക്കും, മസ്തിഷ്കത്തിലെ രക്തനാഡികൾ വളരെ ഹെൽത്തി ആവില്ല. അതുകൊണ്ട് സ്ട്രോക്ക് വരാനുള്ള റിസ്ക് ഹൈ ആയതുകൊണ്ട് ഏട്രിയൽ ഫിബ്രിലേഷൻ കൂടി ഉണ്ടെങ്കിൽ നല്ലത് ഒരു ആൻറ്റി കൊയാഗുലൻ്റ്, അതായത് മരുന്നുകൾ തുടങ്ങുന്നതാണ് സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ. അതുകൂടാതെ ഏട്രിയൽ ഫിബ്രിലേഷൻ ഏട്രിയൽ ഫിബ്രിലേഷൻ്റെ പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാനാണ്. ഹാർട്ട് ഫെയിലിയർ ആണ് വേറൊരു പ്രോബ്ലം. ഏട്രിയൽ ഫിബ്രിലേഷൻ ചികിത്സിക്കാതിരുന്ന ഹാർട്ട് കുറേശ്ശെ അതുകൊണ്ട് തന്നെ ഫെയിലിയർ വരാം. അതിന് ടാക്കിക്കാർഡിയോ മയോപ്പതി എന്ന് പറയും. കുറേ തവണ ഒരാളുടെ ഹാർട്ട് റേറ്റ് സാധാരണ നിലയിൽ നിന്ന് കൂടുതലായി നിന്ന് കഴിഞ്ഞാൽ ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകാം. 3 മാസത്തിനപ്പുറം ഹാർട്ട് റേറ്റ് 110 മീതെ നിന്ന ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇതിന് ടാക്കിക്കാർഡിയോ മയോപ്പതി എന്ന് പറയും. ഹാർട്ട് റേറ്റ് കൂടുതലായത് കാരണം മാത്രം ഹാർട്ട് ഫെയിലാവുന്ന സംഭവം. അതും ഏട്രിയൽ ഫിബ്രിലേഷൻ ചികിത്സിക്കാൻ ഒരു കാരണമാണ്. ഏട്രിയൽ ഫിബ്രിലേഷന് അത്രയും ഒരു സ്റ്റേജിൽ ചികിത്സിക്കുന്ന ചികിത്സകൾ ഒന്ന് ആദ്യം DC കാർഡിയോവർഷൻ എന്ന് പറയും. അതായത് ഇലക്ട്രിക്കൽ ഷോക്ക് കൊടുത്ത് ശരിയാക്കാൻ നോക്കും. അത് ശരിയാവുന്നുണ്ടോ എന്ന് നോക്കാറുണ്ട്. വേറെ ഒന്ന് പെർമനൻറ്റ് സൊല്യൂഷൻ ചെയ്യാവുന്നത് കത്തീറ്റർ അബ്ലേഷൻ. അത് പല എനർജീസ് ഉപയോഗിക്കാം. റേഡിയോ ഫ്രീക്വൻസി എനർജിയാണ് കൺവെൻഷനലി യൂസ് ചെയ്ത് വരുന്നത്. കാരണം ഏട്രിയൽ ഫിബ്രിലേഷൻ്റെ തുടക്കം പലപ്പോഴും കണ്ടുവരുന്നത് പൾമണറി വെയിൻസ്, അതായത് ശ്വാസകോശത്തു നിന്ന് ഹൃദയത്തിലേക്ക് വരുന്ന രക്തധമനികളുണ്ട്. പൾമണറി വെയിൻസ് 4 എണ്ണം ഉണ്ട്, പൊതുവെ 4 എണ്ണം. ചിലവർക്കത് 2 ഒരുമിച്ചായിട്ട് ഹാർട്ടിലേക്ക് ഒന്നിച്ച് ചേരുന്ന രക്തനാഡികളുണ്ട്.
ഈ പൾമണറി വെയിൻസ് നിന്നാണ് സാധാരണ ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് തുടങ്ങി അത് ഏട്രിയത്തിലേക്ക് വന്ന് മൾട്ടിപ്പിൾ ഷോർട്ട് സർക്യൂട്ട്സായി ഏട്രിയൽ ഫിബ്രിലേഷനായി മാറുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒറിജിൻ തുടക്കത്തിലെ തന്നെ ചികിത്സിക്കാനായിട്ടാണ് പൾമണറി വെയിനിന് ചുറ്റും ഏട്രിയത്തിലേക്ക് വരുന്ന ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട്സിനെ ഒന്നില്ലെങ്കിൽ ഹീറ്റ് അല്ലെങ്കിൽ കോൾഡ് വെച്ച് കരിയിച്ച് കളയുന്ന ചികിത്സയാണ് കത്തീറ്റർ അബ്ലേഷൻ വഴി ചെയ്യുന്നത്. കത്തീറ്റർ ഒരു സാധാരണ ചെറിയൊരു കത്തീറ്റർ വഴി ഹാർട്ടിലേക്ക് വെച്ച് ഒന്നില്ലെങ്കിൽ ഹീറ്റ് കൊടുക്കുക. RF അബ്ലേഷൻ, റേഡിയോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ആണ്. അത് റേഡിയോ ഫ്രീക്വൻസി എനർജി ഈ കത്തീറ്ററിൻ്റെ ടിപ്പിലേക്ക് വയറിൻ്റെ അറ്റത്തുനിന്ന് RF മെഷീൻ വെച്ച് കൊടുക്കുന്നതാണ് റേഡിയോ അബ്ലേഷൻ, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ. ഇത് റേഡിയോ ഫ്രീക്വൻസി ഇത് 3D മാപ്പിംഗ് ചെയ്ത് ഹാർട്ടിൻ്റെ ഒരു മാപ്പ് ഉണ്ടാക്കി റേഡിയോ ഫ്രീക്വൻസി കത്തീറ്റർ വെച്ചിട്ട് ഡോട്ടായിട്ട് ബേൺ ചെയ്യുന്ന പ്രൊസീജിയറാണ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ. ഇതിന് പകരം ഒരു ബലൂൺ ടിപ്പ്, ഇതേ കത്തീറ്ററിന് അറ്റത്തൊരു ചെറിയൊരു ബലൂൺ വച്ചിട്ട് ആ ബലൂണിൽ നൈട്രസ് ഓക്സൈഡ് ഗ്യാസ് ഫില്ല് ചെയ്ത് ഡീപ്പ് ഫ്രീസ് ചെയ്യുക. അതായത് ഫ്രീസിങ് പോയിൻറ്റിനെക്കാട്ടിലും -55 വരെ ടെമ്പറേച്ചർ, -55 -70 വരെ പോകാം, പക്ഷേ -55 വരെ ടിഷ്യൂ ടെമ്പറേച്ചർ കൺട്രോൾ രീതിയിൽ കൊണ്ടുവരുന്ന പ്രക്രിയയാണ് ക്രയോബ്ലേഷൻ എന്ന് പറയുന്നത്. ആ ബലൂൺ ടിഷ്യൂവിൽ ടച്ച് ചെയ്ത് ആ പൾമണറി വെയിൻ്റെയും ഏട്രിയത്തിൻ്റെയും ജംഗ്ഷനിൽ ആ ബലൂൺ ടച്ച് ചെയ്ത സ്ഥലത്ത് ഒരു ക്രയോ ലീഷൻ, അതായത് തണുപ്പിച്ച് ബേൺ ഉണ്ടാക്കുക, ടിഷ്യൂവിൽ ബേൺ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഉണ്ടാവുക. അത് ഫ്രോസ്റ്റ് ബൈറ്റ് പോലെ തന്നെ ഫ്രീസ് ബൈറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് ബലൂൺ ആയതുകൊണ്ട് ഒരു സർഫസ്, ടോട്ടൽ സർഫസ്, കത്തീറ്റർ ടിപ്പ് വെച്ചിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് ചെയ്യുന്നതിന് പകരം ഇതിൽ ബലൂൺ വെച്ച് ഒരു സർഫസ് ഏരിയ അബ്ലേഷൻ 3 മിനിറ്റ് സമയം കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഒരു വെയിനിൽ. അങ്ങനെ 12 മിനിറ്റ് കൊണ്ട് 4 വെയിൻസിൻ്റെ ഏരിയ ടോട്ടലി അബ്ലേറ്റ് ചെയ്യുന്നതാണ് ക്രയോ അബ്ലേഷൻ. ക്രയോ അബ്ലേഷൻ സാധാരണഗതിയിൽ കൂടുതൽ കംഫർട്ടബിൾ ആണ്. കാരണം ഒരു വെയിനിൽ 3 മിനിറ്റ് നേരം വെച്ച് 12 മിനിറ്റ് 4 വെയിനുകളിലും കൊടുക്കുന്നതാണ് ക്രയോ അബ്ലേഷൻ. ക്രയോ അബ്ലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ, അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ആയാലും പൊതുവെ കത്തീറ്റർ അബ്ലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി പേഷ്യൻസ് ഒരു ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജാണ്. സാധാരണഗതിയിൽ ഏത് ടൈപ്പ് അബ്ലേഷൻ ആയാലും RF, ക്രയോ, ഏത് ടൈപ്പ് അബ്ലേഷനിലും സാധാരണ റിക്കറൻസ് റേറ്റ്സ് ഇടയ്ക്ക് വരുന്ന നാച്ചുറൽ ഹിസ്റ്ററിയിൽ നേരത്തെ നമ്മൾ ചികിത്സ എടുക്കുകയാണെങ്കിൽ ലോങ് ടേം റിസൾട്ട്സ് എപ്പോഴും നന്നായിരിക്കും. ഇടയ്ക്ക് വരുന്ന ടൈപ്പ് ഏട്രിയൽ ഫിബ്രിലേഷനിൽ ലോങ് ടേം റിസൾട്ട്സ്, അതായത് കുറേ കാലം ഏട്രിയൽ ഫിബ്രിലേഷൻ തിരിച്ചു വരാതെ ഇരിക്കാനുള്ള ചാൻസസ് ഹൈ ആണ് കത്തീറ്റർ അബ്ലേഷൻ ചെയ്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇപ്പോൾ മരുന്നുകൾക്ക് അതിൻ്റേതായ പ്രോബ്ലംസ് ഉണ്ട്. നല്ല മരുന്നുകളുണ്ട്, അത് കൂടുതൽ കാലം കഴിക്കാൻ സാധിക്കും. പക്ഷേ മരുന്നുകളിൽ മീതെയും ഏട്രിയൽ ഫിബ്രിലേഷൻ എപ്പിസോഡ്സ് വരികയാണെങ്കിൽ ഒരു ഹോൾട്ടർ അല്ലെങ്കിൽ ലോങ് ടേം ECG എടുത്താൽ ഹോൾട്ടർ മനസ്സിലാവും, ഏട്രിയൽ ഫിബ്രിലേഷൻ വരുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാവും. അങ്ങനെയുള്ളത് കൂടുതലായി മരുന്നുമ്മയിലും വരുന്നുണ്ടെങ്കിൽ അബ്ലേഷൻ തന്നെയാണ് നല്ല ചോയ്സ് വരുന്നത്. വേറൊന്ന് സ്ട്രോക്ക് പ്രിവെൻഷനും കുറേശ്ശെ കത്തീറ്റർ അബ്ലേഷൻ സഹായിക്കും. കാരണം എപ്പിസോഡ് നമ്പർ കുറയുന്നത് തന്നെ സ്ട്രോക്ക് റേറ്റ് കുറയും കാലം കൊണ്ട്. സ്ട്രോക്ക് മെഡിക്കേഷൻസ് ഒരിക്കലും നിർത്താൻ സാധിക്കാത്തതാണ്. കത്തീറ്റർ അബ്ലേഷൻ കഴിഞ്ഞാലും സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഡിക്കേഷൻസ് ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വേണം. പൊതുവേ ഒരു അത്യാഹിതമായിട്ടുള്ള ഒരു പ്രോബ്ലമായി നോക്കുന്നതാണ് ഏട്രിയൽ ഫിബ്രിലേഷൻ നല്ലത് സാധാരണ. കാരണം അല്ലെങ്കിൽ അത് വളരെ കോമൺ ആയി കാണുന്ന അരിത്മിയാണ്, വളരെ കൺട്രോളബിളാണ്. ഒരു സെഗ്മെൻറ്റ് ഓഫ് പോപ്പുലേഷൻ എപ്പോഴും അത് കൂടുതലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരുന്നുള്ളൂ. ആവശ്യം വരുന്ന പേഷ്യൻസിന് കത്തീറ്റർ അബ്ലേഷൻ വളരെ യൂസ്ഫുള്ളായി കാണാറുണ്ട്.